Hello guys, welcome to my YouTube channel. I am with Chat Same. Today is a good day and you all know why? Shall we start with today's cool news? തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഫുള്ള് മഴയാണ്. എന്നാ ചെയ്യാൻ പറ്റും? മഴയോട് മഴ. എങ്കിലും നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ഫുള്ള് സെലിബ്രേഷൻ അല്ലേ? സ്വാതന്ത്ര്യദിനത്തിൻ്റെ സെലിബ്രേഷൻ നടക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ പോവാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ റോഷ്നി മോളെയും ഞാനും ഒക്കെ റെഡി ആയിട്ട് വരാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചായ കുടിക്കണം. അപ്പോൾ ചായ കുടിക്കാനായിട്ട് പോവാം ഗായ്സ്. നിങ്ങൾ ചായ കുടിച്ചോ? അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഡേ ആണ്. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് ഓടി. അപ്പോൾ മമ്മി ടീയോ കോഫി എന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മി നല്ല ചൂട് ചായ ഒഴിച്ച് തന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ റെഡിയായി. അങ്ങനെ റെഡി ആവാൻ വേണ്ടി ഓരോരുത്തരായിട്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഞാൻ വെള്ള ടീഷർട്ടാണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. റോഷ്നി മോള് നല്ല സൂപ്പർ ഒരു ഫ്രോക്ക് ഇട്ടിട്ടുണ്ട്, വൈറ്റ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുങ്ങിക്കൊണ്ട് ഇരുന്നു. എന്തായാലും ഒരുങ്ങി തീർന്നു. അപ്പം ഞങ്ങൾ ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിക്കാവേ. അങ്ങനെ എല്ലാം കഴിഞ്ഞു ദാണ്ടെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. റോഷ്നി മോളും ദാണ്ടെ ബാഗും എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ്. So this is our Independence Day look. How is the final look? Did you all like it? ഇഷ്ടമായാൽ കമന്റ് ചെയ്യണേ. Finally, so we have reached school. Now the programs are starting. No one has come yet. I think let's wait for everyone to come. Then come on. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും വന്നിരിക്കുകയാണ്. എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ് ഗായ്സ്. നമ്മുടെ കുട്ടികളും ടീച്ചർമാരും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ പ്രിൻസിപ്പാൾ റഹീം സാറാണ് സംസാരിക്കുന്നത്. മഹാരഥന്മാരെ കുറിച്ച്, നമ്മുടെ ദേശസ്നേഹികളെ കുറിച്ചും ധീരദേശാഭിമാനികളെ കുറിച്ച് നിങ്ങൾക്ക് എനിക്കൊക്കെ തന്നെ വളരെ പരിമിതമായ അറിവുകളേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കൂടുതൽ വരുത്തണം. അവരെക്കുറിച്ച് ഒത്തിരി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ജീവത്യാഗമാണ്, അവരുടെ പ്രവർത്തനങ്ങളാണ് നമ്മളെ ഇത്തരത്തിൽ. അതിനുശേഷം ബിന്ദു മിസ് അങ്ങനെ ഓരോ ടീച്ചർമാരായിട്ട് സംസാരിച്ചു. എല്ലാ കുട്ടികൾക്കും ഓരോ ടീച്ചർമാരെ ആശംസകളൊക്കെ പറഞ്ഞു. അവസാനം നമ്മളുടെ ഫ്ലാഗ് ഉയർത്തലിലേക്കാണ് ഇനി കിടക്കാൻ പോകുന്നത്. അങ്ങനെ ദാ ഫ്ലാഗ് ഉയർത്താൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്ലാഗ് സല്യൂട്ട് ആണ്. ഇനി ഫ്ലാഗ് സല്യൂട്ട് ആണ്. അറ്റൻഷൻ, സ്റ്റാൻഡ് അറ്റ് പൊസിഷൻ, ഫ്ലാഗ് സല്യൂട്ട്. നെക്സ്റ്റ് ദേശീയഗാനം പാടിയാണ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി കുഞ്ഞുങ്ങൾക്കുള്ള നെക്സ്റ്റ് പരിപാടികളെന്ന് വെച്ചാൽ ഉപന്യാസ മത്സരം, ഡ്രോയിങ്, അങ്ങനെ പോസ്റ്റർ തയ്യാറാക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനായിട്ട് തൻ്റെ കൊച്ചുങ്ങളെല്ലാം അങ്ങോട്ട് പോയി വരിയായിട്ട് നിൽക്കുകയാണ്. നമ്മളുടെ റോഷ്നി ഉണ്ട് കേട്ടോ. റോഷ്നി താണ്ടെ പോസ്റ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള മത്സരത്തിലാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ അവൾ താണ്ടെ അവിടെ ഇരിപ്പുണ്ട്. എല്ലാ സാധനങ്ങളും എടുത്ത് വരപ്പും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ താണ്ടെ മറ്റു കുട്ടികളും ഒരുപാട് കാര്യങ്ങൾക്കുണ്ട്. അത് അപ്പുറത്താണ്, ഞാൻ അങ്ങോട്ട് പോയില്ല. അവിടെ പോസ്റ്റർ മത്സരത്തിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം താണ്ടെ റോഷ്നി മോൾ അടുത്ത ഡ്രോയിങ്ങിന് വന്നിട്ടുണ്ട്. ഡ്രോയിങ്ങിൻ്റെയും ചെയ്യുകയാണ്. അങ്ങനെ അവിടെ അതെല്ലാം നടക്കട്ടെ. ഞാൻ അപ്പോഴത്തേക്കൊരു ചായ കുടിക്കാനായിട്ട് പോയി. നമുക്കവിടെ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിക്കാനായിട്ട് അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം മത്സരങ്ങളെല്ലാം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നെക്സ്റ്റ് പ്രോഗ്രാംസുകൾ നടക്കുന്നത്. പിന്നെ റോഷ്നി മോൾ അവരുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ദാണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിൽപ്പുണ്ട്. ദാണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കുഞ്ഞുങ്ങളൊക്കെ ദാണ്ട് അവിടെ വരിയായി നിരനിരയായി ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ അനീസ മിസ് ദാണ്ടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി.
രാജ്യം ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം മതേതരത്വ ചിന്തയാൽ ഉണർത്തിടുന്ന ഭാരത് സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ. അങ്ങനെ ഓരോ ക്ലാസ്സിലെ കുട്ടികൾ പാടുന്നത് നിങ്ങൾ കണ്ടില്ലേ ഗൈസ്. അവസാനം നമ്മുടെ റോഷ്നി മോഡൽ ടീമിന്റെ പാട്ടാണ്. അങ്ങനെ വേണ്ട അവർ സ്റ്റേജിലേക്ക് പോകാൻ പോവുകയാണ്. കുട്ടികളുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ അനീസ മിസ്സിന്റെ ഒരു സോങ്. ഇരുന്നു വന്നവർ ഭരണം പറ്റി കുടിഞ്ഞു പണ്ടേ വീടാകെ ഇരുന്നു വന്നവർ ഭരണം പറ്റി കുടിഞ്ഞു പണ്ടേ വീടാകെ. അങ്ങനെ എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞ് ദാണ്ടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ പരിപാടികളെല്ലാവരും അവസാനിച്ചു. അങ്ങനെ എല്ലാ കുട്ടികളും ഞങ്ങളും പോവാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അങ്ങനത്തെ കുട്ടികളെല്ലാം പോകാനായിട്ട് പോകുന്നു. എൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കി ഇനി വീട്ടിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നെത്തി. ഇത് പിന്നെ പതിവാണല്ലോ ഗായ്സ്, നിങ്ങൾക്കറിയാവില്ല, ഞങ്ങൾ വരാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ പറയാതെ പോയതിൻ്റെ പരിഭവമാണ് ചാപ്പോയും സിംബോയും വന്ന് തീർക്കുന്നത്. പക്ഷേ വഴിയിലിറങ്ങി ഞങ്ങൾ മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. അത് ദാണ്ടെ അവന്മാർക്ക് 2 പേർക്കും കൊടുക്കുകയാണ്. പിന്നെ ദാണ്ടെ അങ്ങനെ നിന്നപ്പോൾ എനിക്കൊരു കൊറിയർ വന്നു. ആ കൊറിയർ ദാണ്ടെ ഞാൻ വാങ്ങിച്ചു. നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ മമ്മി ദാണ്ടെ നല്ല ചൂരയുടെ പരിഞ്ഞിൽ വറുക്കാൻ വെച്ചിരിക്കുന്നു. അതിനുശേഷം മമ്മി പറഞ്ഞു ദാണ്ടെ ഒരു കുഴക്കട്ട എടുത്ത് കഴിക്കൂ. അങ്ങനെ അതും കഴിച്ചു. അതും കഴിച്ചതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ദാണ്ടെ ലേസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ദാണ്ടെ റോഷ്നിയുടെ ഒരു പതിവാണല്ലോ ലേസൊക്കെ വാങ്ങിക്കുന്നത്. മിഠായി കുതിച്ചാണല്ലോ റോഷ്നി. അപ്പോൾ കുട്ടൂസൻ വേണമെന്ന് ഞങ്ങളുടെ കുട്ടുപെണ്ണിന്. അപ്പോൾ അവൾ ദാണ്ടെ കഴിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. മമ്മി പറഞ്ഞു വായോ ചോറ് കഴിക്കാമെന്ന്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഓടി വന്ന് നല്ല സാമ്പാറും വറുത്തമീനും പരിഞ്ഞിലും ഒക്കെ കൂട്ടി നല്ല ചോറ് കഴിച്ചു. സാമ്പാറും വറുത്തമീനും ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു ഫുഡും വേണ്ട. ഇറ്റ്സ് മൈ ഫേവറേറ്റ് ഫുഡാണത്. After we finished eating, we went outside. It looks like it's going to rain. That's all for today's video. Thank you everyone. Bye. Love you. Ta-ta.